പ്രധാനപ്പെട്ട വിധി എന്നത് ദിലീപിനെ സംബന്ധിച്ച് തന്നെയാണ്. ഒരു വിവരം പങ്കുവെക്കുകയാണ്. ഹലോ, അങ്ങനെ പടം കണ്ടു കേട്ടോ. അയ്യോ, ഇത് നിർത്താൻ പറ്റണില്ല. എന്തിനാവോ എന്തോ നിന്ന് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മോൻ അമേരിക്ക എന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. താണ്ടെ ഈ പെട്ടിയും പിന്നെ ദേ ഈ പുത്തൻ കൂപ്പായോ. എന്താ ചെയ്യണ്ടേന്ന് ഇപ്പോഴും വലിയ നിശ്ചയമൊന്നുമില്ല. ഒന്ന് നോക്കട്ട് എങ്ങനെയുണ്ടെന്ന്. ഇത് സംസാരിക്കുന്നു. മരുമോളാ തൊട്ടപ്പുറത്തുണ്ട്, അടുക്കളയില പാത്രം കഴുകാനുണ്ടെന്നേ. ആരോട് പറയാനാ, എന്ത് ചെയ്യാനാ? കാലം വല്ലാണ്ടങ്ങോട്ട് മാറിപ്പോയി. ഇപ്പൊ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇവിടെ വന്നൊരു കാര്യം പറയാനായിട്ട് കണ്ട ഈ പുന്ത്രാടം വേണം. മൂത്ത മോൻ്റെ ഏളേ മോള് ഈ സാധനം ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കത്തില്ല. കാർട്ടൂൺ കാണണോ നമുക്ക്. അവളുടെ ഫോൺ പോലെയാ. ചിലപ്പോ വരും, എടുക്കും, ഒരൊറ്റ പോക്ക, പിന്നെ കിട്ടത്തേയില്ല. രാവിലെ എഴുന്നേക്കണതും ഫോണിന്റെ മുകളിൽ, ഉറങ്ങണതും ഫോണിന്റെ മുകളിൽ, കഴിക്കണതും ഫോണിന്റെ മുകളിൽ, എല്ലാം ദാണ്ടേ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങ് മാറി. ആരോട് പറയാനാ? ആരോ വിളിക്കണുണ്ടല്ലോ. ഹലോ, KYC അപ്ഡേഷനോ? അതെന്തുവാ മോനെ അത്? ഇന്നലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞ് വിളിച്ചായിരുന്നേ. 500 രൂപയാ അക്കൗണ്ടിൽ നിന്ന് പോയേ. ഇനി അതിനകത്തൊരു 50 രൂപയും കൂടി ഉണ്ട് കേട്ടാ. മോന് വേണമെങ്കിൽ അതും കൂടി എടുത്തോ. പിന്നെ മേലാല് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകരുത് കേട്ടോ. മോനറിഞ്ഞാലേ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. അക്കൗണ്ടിൽ ഇനി ഒന്നുമില്ല പൈസ എന്ന് പറയാനായിട്ടേ. 1 രൂപ പോലും ഇല്ല. 50 രൂപ ഉണ്ടായി. മിക്കവാറും ഈ കോളോട് കൂടി അതും പോകും. ഓരോരുത്തർ വിളിക്കും രാവിലെ ആകുമ്പോ. അതില് ഞെക്ക് ഇതില് ഞെക്കെന്നൊക്കെ പറഞ്ഞിട്ടേ പിന്നെ കാശ് പോണ വഴി അറിയത്തില്ല. പറഞ്ഞു വന്നത് ചെറിയ മോളുടെ കാര്യം. ബാക്കി 3 എണ്ണവും കണക്കാ. നേരം വെളുത്താ അന്ത്യോളം 4 മൂലക്കായിരിക്കും. കുമ്പിട്ട് കിടക്കണ കണ്ടാ നമ്മള് വിചാരിക്കുവേ പ്രാർത്ഥിക്കുകയാണെന്ന്. പ്രാർത്ഥനയൊന്നുമല്ല. താണ്ടെ ഈ കൊന്ത്രാണ്ടം പിടിച്ചിട്ടോണ്ട് ഇരിപ്പാ. ഈ തോണ്ടല് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാ ഞാനിതൊന്ന് തൊട്ട് നോക്കിയതേ. പക്ഷെ നമുക്കിതിന്റെ പരിപാടി ഒന്നും മനസ്സിലാവുന്നില്ല മക്കളെ. എന്നാ ചെയ്യാനാ? എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, സന്ധ്യ ആയി കഴിഞ്ഞ ഒരു കരണ്ട് പോണ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വട്ടത്തിൽ നടുമുറ്റത്ത് ഇങ്ങനെ ഇരിക്കും. അച്ഛനും അമ്മയും കൂട്ടുകാരും ചേട്ടന്മാരും അനിയന്മാരും അമ്മാവന്മാരും എല്ലാവരും ഉണ്ടാകും. എല്ലാവരും ഒരു മെഴുകുതിരി വെട്ടത്തിൻ്റെ പുറത്താ മണ്ണെണ്ണ വിളക്കിൻ്റെ ചോട്ടിലോ ഇരുന്ന് വട്ടത്തിലിരുന്ന് ഓരോ കഥകൾ ഇങ്ങനെ പറയും. പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വിഷമങ്ങൾ പോണത് എനിക്ക് തോന്നുന്നത് ആ സമയത്താണെന്നാ. കൊച്ചു കുട്ടികളായാലും കാരണന്മാരായാലും ഓരോരോ കാര്യങ്ങൾ പറയും. നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ ഒരു ലോകമായിരുന്നു. മക്കൾക്കൊക്കെ അച്ഛന്മാരോട് അമ്മമാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരാശ്വാസമായിരുന്നു. കാലം പോയപ്പോ എല്ലാം മാറി. എല്ലാവരും ദാണ്ടെ ഇതിൻ്റെ ഉള്ളിലേക്കാ ചുരുങ്ങിക്കൊണ്ട് പോണതേ. ലോകം ഇത് എങ്ങടാ പോണേന്ന് ഒരു പിടിയും കിട്ടണില്ല. നമ്മൾ എന്തെങ്കിലും ഉപദേശിക്കാൻ ചെന്നാ എന്തിനാ ഒരു പേര് പറയുമല്ലോ, അത് തന്ത വൈബ്. തന്ത വൈബ് ശരിയാ. തന്തമാരായി എല്ലാവരും. പക്ഷേ പണ്ടത്തെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും ഇപ്പൊ ഇല്ലാതായി മക്കളെ.
ആരോട് പറയാനാ? ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനവും താണ്ടേ ഇപ്പം ഇതിൻ്റെ ഉള്ളിലാ എല്ലാവർക്കും. ഓ അതാ വരുന്ന മരുമോളാ, പാത്രം കഴുകാനുണ്ട് അടുക്കളയിലേ. ഇതിൽ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാണും. അതവരുടെ ലോകം, ഇത് നമ്മുടെ ലോകം. സമയമാകുമ്പോ അങ്ങോട്ട് പോണം, അത് മാത്രമേ ഇപ്പൊ ഒരു പ്രാർത്ഥനയായിട്ടുള്ളൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ മക്കളെ, വേറെ ഒന്നും പറയാനില്ല. ശരി, എന്നാ എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ. എന്നാ പിന്നെ മുത്തശ്ശൻ പോണ് കേട്ടാ, വരാം. ശരി എന്നാ.